കണ്ണിനടിയിലെ കറുപ്പ് നിറം പോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം. എന്തൊക്കെ നമ്മൾ ചെയ്താലും ചില സമയങ്ങളിൽ ഇത് മാറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ തുടർച്ചയായ കുറച്ച് കാര്യങ്ങളുടെ ഉപയോഗം നമ്മളെ ഒരു പരിധി വരെ ഈ കറുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു റെമഡി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തേത് നാരങ്ങാ നീരും ഓലിവ് ഓയിലും ആണ്. ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിന് ചുറ്റും നിങ്ങൾക്ക് കറുപ്പുള്ളത് എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് വിയർപ്പോ അഴുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം ഒന്ന് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. രണ്ടാമത്തേത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് ഞെട്ടിക്കാണും. പക്ഷെ ഞെട്ടണ്ട, നമ്മുടെ കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാൻ ബെസ്റ്റാണ് ബേക്കിംഗ് സോഡ. കഴുത്തിലെ മാത്രമല്ല, നമ്മുടെ കൈമുട്ടിലെ കാൽമുട്ടിലെ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ട് ബേക്കിംഗ് സോഡ നല്ലതാണ്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് ഒന്ന് പേസ്റ്റ് ആക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ കഴുത്തിലെ കറുപ്പിൽ അത് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകിക്കളയാം. മൂന്നാമത്തേത് തൈരാണ്. തൈര് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ തൈര് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. നാലാമത്തേത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ എടുത്ത് അതിലെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കണം. എടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കഴുത്തിലിടാം. കഴുത്തിലിട്ട് കുറച്ചു നേരം വെച്ചിരുന്നതിന് ശേഷം കഴുകിക്കളയാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.